അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രൗണ്ട് ബീഫും കുറച്ച് സ്പിനച്ചും പാലക്ക് ചീര അതിനടുത്ത്. അപ്പോൾ ഞാനൊരു പാൻ മഷ്റൂമും എടുത്ത് വെച്ച് മീറ്റ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഗ്രൗണ്ട് ബീഫ് ഞാൻ എടുത്തിട്ടു. അപ്പോൾ ഞാൻ വേറെ പ്രത്യേകിച്ച് ഓയിലൊന്നും ഒഴിക്കുന്നില്ല, കാരണം ഈ മീറ്റിൽ നിന്ന് തന്നെ ഫാറ്റ് ഇറങ്ങും കുറച്ച്. അതുകൊണ്ട് ഇത് നമുക്ക് ശരിക്കും സോട്ട് ചെയ്തെടുക്കാം. ഞാനത് വേറെ സ്പൈസസ് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ നിന്ന് വേകട്ടെ, സോട്ടാവട്ടെ. അപ്പം ഞാൻ കുറച്ച് ഗാർലിക് പൗഡർ എടുത്തു, കുറച്ച് ഉപ്പും എടുക്കുന്നുണ്ട്, കുറച്ച് സോൾട്ട്. ഇത് രണ്ടും ആഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് സോൾട്ടും ഗാർലിക് പൗഡറും. പിന്നെ വേണമെങ്കിൽ ഒരു ശകലം ഗ്രാനുലേറ്റഡ് ഓണിയൻ പൗഡർ ഇരിപ്പുണ്ട്, അതും കുറച്ച് ആഡ് ചെയ്യാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മളെല്ലാ സാധനവും ഈ സവോള ഇട്ട് പഠിച്ച കാരണം ഒരു ഇച്ചിരി ഓണിയൻ്റെ ഫ്ലേവർ നല്ലതാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് അകലിച്ച് ഫാറ്റ് ഇറങ്ങി വരും. അപ്പോൾ അത് കിടന്ന് വേഗത്തെ ഈ ഗാർലിക്കിൻ്റെ പൗഡർ കിടക്കുന്നതാണ്, ചിലപ്പോൾ അത് പെട്ടെന്ന് അടിയിൽ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തേക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കളർ മാറി തുടങ്ങി, അപ്പോൾ മീറ്റിൻ്റെ കളർ മാറി തുടങ്ങി. അപ്പോൾ ഞാൻ ആ മഷ്റൂമും സ്പിനച്ചും കൂടെ അതിനകത്ത് ഇട്ടു. ഇനി അതവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് അവിടെ ഇരുന്ന് വേകട്ടെ. ഓക്കെ, അപ്പോൾ അത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കൊരു അവക്കാഡോ കട്ട് ചെയ്ത് വയ്ക്കാം. എൻ്റെ കയ്യിലൊരു റൈപ്പായിട്ടുള്ള നല്ലൊരു അവക്കാഡോ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ അവക്കാഡോയും കൂടെ നമുക്ക് യൂസ് ചെയ്യാം, ഇതിൻ്റെ സൈഡിലായിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ വെജിറ്റബിൾ പാർട്ട് എന്ന് പറയാൻ സ്പിനച്ച് ഉണ്ട്, കുറച്ച് മഷ്റൂം ഉണ്ട്, പിന്നെ ഈ അവക്കാഡോയും കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാം. ഇതിവിടെ സ്പൂൺ റെസ്റ്റായിട്ടിരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. വേറുന്നുണ്ടോ നോക്ക്, ഇറച്ചിയല്ലേ. അപ്പോൾ ഇത് ഞാൻ ഗ്രൗണ്ട് ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഗ്രൗണ്ട് ബീഫ് കിട്ടാനില്ലാത്തവർക്ക് ഷ്രെഡ് ചെയ്ത് ചിക്കൻ ബ്രസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഏതെങ്കിലും മീറ്റ് നമുക്ക് പ്രോട്ടീൻ കിട്ടാൻ പാകത്തിന് ഏതെങ്കിലും ഒരു മീറ്റ് യൂസ് ചെയ്യുക. ഒരുപാട് വേണ്ട, ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, മീറ്റ് പാർട്ട് കുറച്ചേ ഉള്ളൂ, ബാക്കി വെജിറ്റബിളാണ്. 2 ടേബിൾ സ്പൂൺ മീറ്റേ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. അതിനകത്ത് തന്നെ ഫാറ്റും ഉണ്ട്, കുറേ വെള്ളത്തിൻ്റെ പാട്ടുമുണ്ട്. അപ്പോൾ അത് കുറച്ചങ്ങ് ചെറുതായി പോകും. അപ്പം കുറച്ച് മീറ്റ്, ഒരുപാട് മീറ്റ് ഞാൻ എടുത്തിട്ടില്ല. 2 ടേബിൾ സ്പൂൺ മീറ്റിനുള്ളത് ഗ്രൗണ്ട് ബീഫ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിളും ഉണ്ട്. ഇതുകൊണ്ട് അപ്പോൾ സൈഡിലൊരു അവക്കാഡോയും കൂടെയാണ്. ഇതാണ് ഞാൻ ലഞ്ചിന് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവക്കാഡോ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ മീറ്റും മഷ്റൂമും കൂടെ ഫുഡ് റെഡിയായി, ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡിൽ 2 സ്പിനച്ചും അവക്കാഡോയുടെ ഹാഫ് അവക്കാഡോ ഞാൻ എടുത്തുള്ളൂ. അതിൻ്റെ അത്രേ കഴിക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് അത് മടുത്തു പോകും. അപ്പോൾ അത്ര ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ ഡീറ്റോക്സ് ഡേ 1 ലഞ്ച് റെഡിയായി. അപ്പോൾ എൻജോയ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ലൈക്ക് ആൻഡ്